പത്തനംതിട്ടയിലേക്ക് വന്നാൽ കിരൺ നമുക്ക് സമയക്കുറവുണ്ട്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മാറുമോ എന്ന ചോദ്യം വളരെ പ്രധാനമായി ഉയരുന്നുണ്ട്. കരകലൂരിന്റെ റിപ്പോർട്ടിലൊക്കെ ആന്റോ ആന്റണിക്ക് പ്രതികൂലമാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ സാധ്യതകൾ അബിൻ വർക്കിയുടെ പേര് കേൾക്കുന്നു, അനിൽ തോമസിന്റെ പേര് കേൾക്കുന്നു, ജോസി സെബാസ്റ്റ്യന്റെ പേര് കേൾക്കുന്നു. പത്തനംതിട്ടയിൽ ഒരു മാറ്റം അത് ഒരുപക്ഷെ ഉണ്ടായേക്കാം അല്ലേ കിരൺ? രഞ്ജിത്തെ, ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, നേരത്തെ ഈ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പൊതുവായ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടിയുണ്ട്. ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന സമുദായ വിഭാഗങ്ങളും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗം കാണും. അവർക്ക് മാത്രം അവരുടേതായ പ്രത്യേകമായ അവരോട് താല്പര്യമുള്ള വിഭാഗം, ആ വിഭാഗമൊക്കെ കോൺഗ്രസിന് എതിരാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഒരു രണ്ട് ചിന്ത ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനിടയിലും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനിടയിലും എല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആന്റോ ആന്റണിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും മാറ്റും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആന്റോയെ കഴിഞ്ഞ തവണയും മാറ്റുമെന്നൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. പക്ഷേ സമർത്ഥമായി തന്നെ ഈ സമുദായിക നേതാക്കളെ, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തെയൊക്കെ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ആന്റോ സീറ്റ് ഉറപ്പിക്കുകയും അവിടെ ത്രികോണ മത്സരം നടന്നതുകൊണ്ടാണ് ആന്റണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ജയം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെ ജയിക്കാനൊക്കെ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ആന്റോ ആന്റണി. പക്ഷേ അവിടെ ഒരു മാറ്റം വരികയാണെങ്കിൽ പ്രധാനമായും പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് 3 പേരുടെ പേരാണ് നൽകിയിരുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ അബിൻ വർക്കിയുടെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊരു പേര് നൽകിയിരുന്നത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും അതോടെ തന്നെ അബ്ദുൾ റഷീദിൻ്റെ പേര് കൂടിയാണ് കണ്ണൂരിലേക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ 3 പേരുകൾ നൽകിയിരുന്നു. എല്ലാ പ്രാവശ്യവും യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒരാളെ പരിഗണിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, അതിന് മുമ്പത്തെ തവണയും ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, ഒപ്പം ടി സിദ്ദിഖിനെ പരിഗണിച്ചു. ഒരാളെയെങ്കിലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് പരിഗണിക്കും. ഇത്തവണ അങ്ങനെ ഒരാളെയും പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചവർക്കെല്ലാം വീണ്ടും അവസരം കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസിന് പൂർണ്ണമായും അവസരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ അബിൻ വർക്കിക്കോ ഒന്നും അവസരമില്ല. അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയുടെ പേരിന് സ്വാഭാവികമായും അവിടെ ഒരു പ്രാമുഖ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കാത്തലിക് വിഭാഗത്തിൽ നിന്ന് 2 പേർക്ക് സീറ്റ് നൽകുക എന്നുള്ളതാണ് 4 ക്രിസ്ത്യാനികളിൽ കോൺഗ്രസ് തുടർന്നു വരുന്ന രീതി. മറ്റൊന്ന് ഒരു സീറ്റ് നൽകുന്നത് ലത്തീൻ വിഭാഗത്തിൽ നിന്നാണ്, മറ്റൊരു സീറ്റ് നൽകുന്നത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന്, അത് ബെന്നി ബെഹനാൻ സീറ്റിലേക്ക് വരുന്നുണ്ട്. അബിൻ വർക്കി വന്നതിന് അത് ഓർത്തഡോക്സ് വിഭാഗത്തിലാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് അങ്ങനെ സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ഇത്രയും കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു MP സ്ഥാനം നൽകുന്ന പതിവില്ലായിരുന്നു. അങ്ങനെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും DCC വൈസ് പ്രസിഡന്റായി ദീർഘകാലമായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അനിൽ തോമസിന്റെ പേരിന് പരിഗണന വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേര് ജോസി സെബാസ്റ്റ്യന്റെ പേരിനാണ്. നിലവിൽ ഈ അബിൻ വർക്കി കഴിഞ്ഞാൽ അനിൽ തോമസിന്റെ പേര് എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം കോൺഗ്രസിൽ അവസാന നിമിഷം എങ്ങനെയാണ് ആന്റോ ആന്റണി സീറ്റ് ഉറപ്പിക്കുമോ അതോ മാറുമോ എന്നതിനെല്ലാം ആശ്രയിച്ചാണ് ഇത്തരം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പത്തനംതിട്ടയിലെങ്കിലും ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വയനാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആലപ്പുഴയിലും സസ്പെൻസ് തുടരുകയാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവെയുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അവസ്ഥ. പക്ഷേ കോൺഗ്രസിൽ പതിവാണിത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോഴേക്ക്, തെരഞ്ഞെടുപ്പിന്റെ ഒരു കളം മുറുകുമ്പോഴേക്ക് സ്ഥാനാർത്ഥികൾ സജീവമാകും, പ്രചരണം കൊഴുക്കും, ത്രികോണ പോരാട്ടം കൂടി നമുക്ക് പല മണ്ഡലങ്ങളിലും കാണാം.